നമുക്കപ്പം തത്സമയം അജിത്ത് ഈ ഫ്ലാറ്റിലെ താമസക്കാരനാണ്, അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. അജിത്ത്, ഇപ്പം ഇതിൽ 15 ടവറുകൾ, 1268 ഫ്ലാറ്റുകൾ, 5000-ലേറെ പേർ താമസിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ DLF ഫ്ലാറ്റിനെ കുറിച്ച് കിട്ടിയ കണക്ക്. നിലവിലിപ്പോൾ നിങ്ങളുടെ അറിവിൽ എത്ര പേർ ആശുപത്രിയിലുണ്ട് എന്നുള്ളതാണ്. ഈ രോഗബാധ തുടങ്ങിയത് എന്നു മുതലാണ്? ഈ മാസം ആദ്യം മുതൽ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ആ തരത്തിലേക്ക് കൃത്യമായൊരു കണക്ക് എങ്ങനെ പറയാൻ കഴിയും? എന്നു മുതൽ, അതുപോലെ എത്ര ആളുകൾക്ക് രോഗം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 29-ന് ഈ ലാബ് റിപ്പോർട്ട് കിട്ടിയതാണ്. ശരിക്കും 27 തൊട്ടെങ്കിലും ഈ പ്രശ്നം ആ ഫ്ലാറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ലാബ് റിപ്പോർട്ട് 29-ന് കിട്ടിയിട്ട് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഈ പല ആൾക്കാരും പലതവണ ചോദിച്ച് ഈ പ്രശ്നങ്ങൾ ഒത്തിരി പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇവർ ചോദിച്ചുകൊണ്ട് മാത്രം റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്ത്. റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഈ കോളിയുടെയും ഈ കോളിഫോം ബാക്ടീരിയയുടെയും പ്രസൻസ് കണ്ടത്. അപ്പോൾ തന്നെ അതിനുള്ളിൽ തന്നെ 300-400 പേര് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇപ്പോൾ ആൾറെഡി എനിക്ക് തോന്നുന്നത് 800-നും 1000-നും ഇടയ്ക്ക് ആൾക്കാർ ഡിഫറെൻറ്റ് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് വലിയൊരു കണക്കാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നത് കഴിഞ്ഞ മാസം തന്നെ ഒട്ടേറെ പേർക്ക് രോഗബാധ ഉണ്ടായിട്ടുണ്ട് എന്ന്. ഉണ്ടായിട്ടുണ്ട് 27 തൊട്ട് ഇതുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അത് അസോസിയേഷൻ്റെ ഹലോ പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. ആണ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗുരുതരമായ വീഴ്ചയായിട്ട് ഞങ്ങൾ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് റെസിഡൻസിൻ്റെ ഇടയ്ക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല? അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്രിക്കോഷൻ എടുത്ത ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തു പോയതിനെ, അല്ലെങ്കിൽ ഫ്ലാറ്റ് തൽക്കാലം ടെമ്പററി ആയിട്ട് മാറിയിട്ട് അവിടെ പ്രോപ്പർ ക്ലോറിനേറ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ആൾക്കാർ അവിടെ നിന്ന് വിട്ടു നിന്നേനെ. ഇതൊന്നും തന്നെ ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇത് പ്രശ്നം ഗുരുതരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ടവറിൽ തന്നെ, ഈ 15 ടവറിലെ ഒരു ടവറിലേക്ക് 90% ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആയ ശേഷമാണ് ഇത് ആൾക്കാർ ഇതിനെപ്പറ്റി അലർട്ട് ആകുന്നത് പോലും. അന്നേരം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇന്ന പോലെ ഈ കോളി ബാക്ടീരിയയുടെ റിപ്പോർട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്, ഈ കോളിഫോം പ്രസൻസ് ഉണ്ട്, ഇതെല്ലാം മനസ്സിലാകുന്നത്. ഇപ്പോൾ ആൾക്കാരെല്ലാം പാനിക്കായിട്ട് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള കണക്കില്ലെങ്കിൽ പോലും ഇവിടെയും പിന്നെ ഇവിടെ എറണാകുളം വിട്ടും ആൾക്കാർ പലരും നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞു ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണം. അത് കാരണം മോർ ദാൻ 800 to 1000 ആൾക്കാരോളം അണ്ടർ ട്രീറ്റ്മെൻറ്റിലാണ്. പല ഏജ്ഡായിട്ടുള്ള ആൾക്കാർ പലതും ഇവിടെ ഹോസ്പിറ്റലൈസ്ഡുമാണ്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും എല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതെ, അപ്പോൾ അത് ഈ മെയ്യിൽ ഉണ്ടായി എന്ന് പറയുന്ന 25-നാണല്ലോ ഇത്തരത്തിലേക്ക് ആദ്യം ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതും. പിന്നീട് അതിന്റെ റിപ്പോർട്ട് അപ്പോഴാണ് ഈ ജലപരിശോധനയ്ക്ക് ഇവർ മുൻകൈ എടുത്തത് അല്ലേ? അത് റെസിഡൻസ് അസോസിയേഷൻ ചെയ്തതാണ്. അത് തന്നെ ആ റെസിഡൻസ് അസോസിയേഷൻ ആ പരിശോധന നടത്തിയിട്ട് ആ റിപ്പോർട്ട് പുറത്ത് വിട്ടില്ല. 29-ന് അവരുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയതാണ്. ആ റിപ്പോർട്ട് അവർ പുറത്ത് പബ്ലിഷ് ചെയ്തില്ല. അത് കാരണമാണ് ഇത്രയും ആൾക്കാർക്ക് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക്. അപ്പോൾ അന്ന് തന്നെ, അതായത് ഇപ്പോൾ താങ്കൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ 25 മെയ് കഴിഞ്ഞ മാസം അവസാനമാകുമ്പോൾ തന്നെ ഒട്ടേറെ പേർക്ക് ഇങ്ങനെ രോഗം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ നിങ്ങൾ അസോസിയേഷനുമായി ഇത്തരം നിങ്ങളുടെ ആശങ്ക പങ്കുവച്ചില്ലേ? ഇല്ല, ആരും മനസ്സിലാക്കുന്നില്ല. ഇതിൽ നിന്നുണ്ടായ പ്രശ്നമെന്ന് അറിയുന്നില്ല. പലരും ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്ന കാരണം അതിൽ നിന്ന് വല്ലതും ഉണ്ടായതാണെന്ന് വിചാരിച്ച ആൾക്കാർ ഇരിക്കുക. ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ശരിക്കും ഈ വാട്ടറിൻ്റെ ഇഷ്യൂ കാരണം ഉണ്ടായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന കണ്ടിന്യൂസ് ഒരു ടവറിൽ തന്നെ 90% ആൾക്കാരും ഒക്കെ ഇങ്ങനെ ഫെഡപ്പായിട്ട് ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ഇത് വാട്ടറിൽ നിന്നുണ്ടായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 3-4 സോഴ്സ് ഉണ്ട് വാട്ടർ വരാൻ. ഈ ടാങ്കർ ലോറിയിൽ അടിക്കുന്ന കൂടാതെ ബോർവെല്ലിൽ നിന്നുണ്ട്, ഓപ്പൺ വെല്ലിൽ നിന്നുണ്ട്, അതുപോലെ ഇപ്പോൾ മഴ തുടങ്ങിയ പിന്നെ റെയിൻ വാട്ടറിൻ്റെ ഇതും എടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രോപ്പർ ക്ലോറിനേറ്റ് ചെയ്യാതെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നതുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത്ര ഈ കോളി ബാക്ടീരിയയുടെ പ്രസൻസ് അതിൽ കാണുന്നത്.